ഈ പയ്യനാണെങ്കിൽ ക്യാൻസർ പേഷ്യൻ്റാണ്. അതാരും അറിയിക്കാതെ കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് അവൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അവൻ എത്ര വേദന വന്നാലും അവൻ ആരുടെയും മുമ്പിൽ അതൊന്നും കാണിക്കില്ല. അവൻ കാരണം വേറൊരാൾ വിഷമിക്കേണ്ട എന്നുള്ളൊരു മൈൻഡിൽ അവൻ ആരുടെ അടുത്തും ഒന്നും പറയില്ല. അവൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ അടുത്തും അവന് ക്യാൻസർ ആണെന്നുള്ള കാര്യം ഇതുവരെയ്ക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവൻ്റെ ഗേൾ ഫ്രണ്ടും കൂടെ ഫോട്ടോസൊക്കെ നോക്കി അങ്ങനെ ഓരോന്നും പറഞ്ഞ് ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന് പെട്ടെന്ന് ഒരു വേദന പോലെ അവൻ്റെ വയറിലൊരു വേദന പോലെ വരുന്നുണ്ട്. ആ സമയത്ത് തന്നെ ഒരു ഫോട്ടോ ഇങ്ങനെ പറന്നു പോവുകയും ആ പെൺകുട്ടി അതിൻ്റെ പുറകെ പോവുകയും ചെയ്യുന്നുണ്ട്. അവനും അവളെ കൂടെ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് അവനിങ്ങനെ വേദന വരുന്നതുകൊണ്ട് അവളെ മുമ്പിൽ നിന്നും അവൻ മാറാണ്. പെട്ടെന്ന് കിച്ചണിലോട്ട് വന്നിട്ട് അവൻ സ്ഥിരമായിട്ട് കഴിക്കുന്ന ടാബ്ലറ്റ് എടുത്ത് കഴിക്കുന്നുണ്ട്. അവൾ തിരിച്ച് വരുന്നതിന് മുമ്പേ ആരും കാണാതെ അവൻ ടാബ്ലറ്റൊക്കെ എടുത്ത് കഴിക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് അവൻ്റെ പെയിനൊക്കെ കൺട്രോൾ ആവുന്നുണ്ട്. എന്നിട്ട് അവൻ വളരെ ഇമോഷണലായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതൊക്കെ എങ്ങനെയാണ് അവളടുത്ത് പറയുമെന്ന് അറിഞ്ഞുകൂടാതെ വളരെ ഇമോഷണലായിട്ട് അവൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അതുപോലെ അവൻ ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും അവന് പെട്ടെന്ന് വയറിലോട്ടൊരു പെയിൻ വരികയാണ്. അങ്ങനെ ആരും കാണാതെ അവൻ അവിടെ നിന്ന് മാറിയിട്ട് സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോവുകയാണ്. അപ്പോഴൊക്കെ അവന് നല്ല രീതിയിൽ പെയിൻ വരുന്നുണ്ട്. ആ സമയത്ത് അവൻ്റെ ഗേൾ ഫ്രണ്ടുമായിട്ട് അവനൊന്ന് ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, അവനിങ്ങനെ ക്യാൻസർ ആയതുകൊണ്ട് തന്നെ ലൈഫ് ലോങ് അവൻ അവളെ കൂടെ നിൽക്കാൻ പറ്റില്ലെന്ന് അവനറിയാം. അപ്പോഴെങ്ങനെയെങ്കിലും അവളുമായിട്ട് ബ്രേക്കപ്പ് ആവാനും അവൾക്ക് അവൻ്റെ അടുത്ത് ദേഷ്യം ഉണ്ടാക്കാനും ഓരോ കാരണം പറഞ്ഞ് ഇവൻ മനഃപൂർവ്വം അവളുടെ അടുത്ത് അടിയുണ്ടാക്കുന്നുണ്ട്. ഇവനിങ്ങനെ അടിയുണ്ടാക്കുന്നതിൻ്റെ സങ്കടത്തിൽ അവൾ ദേഷ്യപ്പെട്ട് സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ഇത്രയും വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നാലും സ്റ്റെപ്പിൻ്റെ മുകളിൽ കയറിയിട്ട് മുകളിലത്തെ ഫ്ലോറിൽ ഇരുന്ന് അവൾ പോണത് നോക്കി അവൻ നിൽക്കുകയാണ്. എന്നിട്ട് വളരെ ഇമോഷണലായിട്ട് അവൻ കരയാണ്. അല്ലെങ്കിൽ ഒരു ദിവസം നീ എന്നെ വെറുക്കുമെന്ന് എനിക്കറിയാം, അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട് അവൻ കരയുന്നുണ്ട്. അവളെ കൂടെ ഒരുമിച്ച് ജീവിക്കണമെന്ന് അവന് ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷേ അവൻ്റെ ഈ ഡിസീസ് കാരണം അവന് അവളെ കൂടെ ജീവിക്കാൻ പറ്റില്ലെന്നറിയാം. അതുകൊണ്ട് തന്നെ അവളുമായിട്ട് ബ്രേക്കപ്പ് ആവാനായിട്ട് അവൻ തീരുമാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.